ഹായ് എവർ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു നല്ലൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു കറിയാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടുവരാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുളപ്പിച്ച മുതിരയാണ്. ഇത് ഞാൻ 12 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. 12 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു തുണിയിൽ വെച്ചിട്ട് ഒന്നുകൂടി ഡ്രൈ ആക്കി എടുക്കണം. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് ഒരു 12 മണിക്കൂർ തുണിയിൽ കെട്ടിയിട്ട് മുളപ്പിക്കാൻ വെക്കണം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. ഞാനൊരു മണ്ണ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് തക്കാളി, 2 തക്കാളി, ഒരു സവാള, ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇതിലേക്ക് 4 തണ്ട് കരിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സാക്കി അടച്ച് വെക്കണം. ഇത് ഞാനിവിടെ അടച്ച് വേവിക്കാൻ വെച്ചു. അതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കുകയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാശ്മീർ ചില്ലി ഒരു 5 എണ്ണമാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂണ് വലിയ ജീരകം, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി പൊടിച്ചത്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊന്ന് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു പകുതി അംശം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ച മസാല ഇതിലേക്ക് ചേർക്കുകയാണ്. ഈ മസാല ചേർത്തിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം. ഇത് നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ 4 അരി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ചേർക്കുകയാണ്. തിളക്കുമ്പോഴത്തേന് വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ നല്ലൊരു സ്മെല്ലുണ്ടാകുന്നു, കറിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നു. ഇതിലേക്ക് കടുകൊന്നും പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ സൂപ്പായിട്ട് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അത് വെളുത്തുള്ളി ചതച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. ഇപ്പം ഇവിടെ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ ഉപ്പരോ എന്തെങ്കിലും കഴിച്ചാൽ മതി. നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഹെൽത്തിയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്.